ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി തങ്ങൾ ഒരു സംഭവം പറയുന്നുണ്ട്. ഇതേ ആയത്തിന്റെ വിശദീകരണം. ഒരു സഹാബി തോട്ടത്തിൽ കളച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം കിട്ടിയത്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട് എന്ന വിവരം കിട്ടി. അദ്ദേഹം തോട്ടത്തിൽ കളക്കുകയായി. കുട്ടിയുണ്ട്, കുട്ടി ഇങ്ങനെ പാഞ്ഞ് പാഞ്ഞ് വരുന്നുണ്ട്. അബി തൂഫിയ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്, ഉപ്പ റസൂലുള്ളാഹ് വഫാത്തായിട്ടുണ്ട്, റസൂലുള്ളാഹ് വഫാത്തായിട്ടോ എന്ന് പറയാൻ വേണ്ടി കുട്ടി പാഞ്ഞു വന്നു. فوضع معوله على الأرض فرفع يديه فنظر إلى السماء اللهم فقد بصري حتى لا أرى بعد محمد أبدا. ഇത് ഏതോ ആള് പറഞ്ഞതല്ല, ഒരു സഹാബി പറഞ്ഞത്. എവിടെയുണ്ട് തഫ്സീറുൽ കബീർ? റഹ്മത്തുള്ളാഹി തോന്നിയത് പറഞ്ഞിട്ടില്ല ഈ സദസ്സിൽ. അല്ലാഹു തആല തോന്നിയത് പറയലിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തമാശ പറയല്ല, ഇത് തമാശ പറയല്ല. ഈ സ്വഹാബി തന്റെ മൺവട്ടി താഴെ വെച്ചു. എന്നിട്ട് മൺവട്ടി താഴെ അങ്ങോട്ട് വെച്ചിട്ട് കൈ അങ്ങോട്ട് പൊക്കിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിദ് ബസ്വരി, അല്ലാഹുമ്മ ഫഖിദ് ബസ്വരി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അബദാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എൻ്റെ രണ്ട് കണ്ണും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോകണമേ, കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾ ചിന്തിക്കണം, ഏറിയോ കുറഞ്ഞോ നമ്മളെ ഹുബ്ബ്? നിങ്ങൾ പറയും. ഒരാളുണ്ടോ നമ്മളെ കൂട്ടത്തിൽ? നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, അതൊരു മൗമുറായ പ്രാർത്ഥനയൊന്നുമല്ല. പക്ഷെ ചിന്തിക്കാൻ പറയാം, ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹുവേ, എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോകണമേ. ഹത്താ ലാ അറാ അഹദൻ ബഅദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട ഈ കണ്ണുകൊണ്ട് ഇനി കാണാൻ കഴിയില്ലല്ലോ, ഇനി എനിക്കൊരാളെയും കാണണ്ട എന്ന് സ്വഹാബി പ്രാർത്ഥിച്ചു. അവിടേക്ക് എത്തിയോ നമ്മൾ? എത്തുമോ നമ്മൾ? അതുകൊണ്ട് ഹബീബിന്റെ കാര്യത്തിൽ തർക്കിച്ചു പോകരുത്. ഹബീബിനെ ആര് ആദരിച്ചോ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കൽ സുന്നത്താകുന്നു. ചിന്തിക്ക്, ഒന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്ക്. ആർക്കാ നോമ്പ്? അല്ലാഹുവിനല്ലേ. പക്ഷേ തിങ്കളാഴ്ച നോക്കുന്നത് ഈ മനുഷ്യന്റെ കാര്യത്തിൽ തർക്കിക്കണം. തിങ്കളാഴ്ച നോമ്പ് വെക്കൽ സുന്നത്ത. പുണ്യ നബിയോട് തന്നെ ചോദിക്കുകയും ചെയ്തു. സുഇല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈനി. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തോന്നിയത് പറയല്ല. ഫഖാല, എന്തിനാണ് നബിയെ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്നത് എന്ന് പുണ്യ നബിയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, പുണ്യ നബി മറുപടി പറഞ്ഞു, ഫീഹി ഉലിതു, അന്ന് എന്നെ പ്രസവിച്ച ദിവസമല്ലേ. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. റഹ്മത്തുൽ ലിൽ ആലമീനെ നമുക്ക് ലഭിച്ച ദിവസം തിങ്കളാഴ്ച. ഒരു തിങ്കളാഴ്ചയല്ല, എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് നോൽക്കൽ സുന്നത്ത. പുണ്യ നബിയോടുള്ള ആദരവിന് പരിധിയുണ്ടോ? നിങ്ങൾ പറയേ. ഈ ലോകത്ത് ഒരു അബ്ദിന് രണ്ടാളാണ് ഏറ്റവും ബന്ധപ്പെട്ടത്. രണ്ടാൾ, അത് ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ആരെക്കാളും രണ്ടാളാണ് ഒരു അബ്ദിന് ഏറ്റവും ബന്ധപ്പെട്ടത്. രണ്ടാളാകുന്നു. ഒന്നാരാ? വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ട നാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബ് ഒന്ന്. മനസ്സിലാവണില്ലേ? വലഖദ് സൂറത്തു ഖാഫ് വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. കണ്ടനാടിയേക്കാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന അവന്റെ റബ്ബിന്റെ പല്ലേ. മനസ്സിലാവുന്നില്ലേ? വേറെയും പറഞ്ഞിട്ടുണ്ട്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ.
ഒരാളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഒന്നാമതായി അള്ളാഹുവാണ്, റബ്ബാണ്. അവൻ്റെ സാമീപ്യം, അവൻ്റെ തൃപ്തിയോടെ അവൻ നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ഒരാൾ കൂടിയുണ്ട്. ഖാലിഖായ റബ്ബിന് നമ്മളെ അടുത്തവനാകാം, അവൻ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവനാകാം, സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? അവനല്ലേ പടച്ചിട്ടുള്ളത്, അവനല്ലേ മുന്നറിമ, അവനല്ലേ സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്, അവനല്ലേ പിതാവിന്റെ മുതുകിൽ ബീജത്തെ നിക്ഷേപിച്ചത്, അവനല്ലേ മാതാവിന്റെ ഗർഭപാത്രത്തെ സജ്ജീകരിച്ചത്. എല്ലാം അവനാകാം. പക്ഷെ ഒരു മഖ്ലൂക്ക് കൂടി മറ്റാരെക്കാൾ നമ്മോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതാരാ? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഇതൊന്നും വെറുതെ ഇറങ്ങിപ്പോകും എന്ന് നിങ്ങൾ കരുതണ്ട. അന്ത്യനാൾ വരെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് ഇകഴ്ത്താൻ ശ്രമിച്ചാലും അവർക്കെതിരെ നാം സന്ധിയില്ലാതെ സമരം ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഒരു ശംസുൽ ഉലമ നഷ്ടപ്പെട്ടു, ഒരു കണ്ണിയത്ത് ഉസ്താദ് റഹിമഹുമുല്ലാ, ഒരു നാട്ടിക മൂസ മുസ്ലിയാർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് അവരോടുകൂടെ ഇനി ആ സാമ്രാജ്യത്തിൽ കയറിയിരിക്കാമെന്നൊന്നും കരുതണ്ട. ആ മഹത്തുക്കളായ ആരിഫീങ്ങളും നേതാക്കളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട ജനത ആ കർമ്മം നിർവഹിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനെന്നെ മരിച്ചു കിട്ടിയാൽ ഇവിടെ വിളയാടാമെന്നാണ് ചിലർ ധരിക്കുന്നത്. എന്നാൽ ഞാൻ മരിച്ചതുകൊണ്ടൊന്നും നിങ്ങളെ പ്രശ്നം തീരില്ല. ഒരു ശാഫിഈ മരിച്ചാൽ 1000 ശാഫിഈകൾ ആ മരണത്തിൽ നിന്ന് ഉയിർക്കൊള്ളുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ. വളരെ വിനയത്തോടെയാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് ഇത് പറയാം. മുസ്തഫ നബിയെ അനാദരിക്കുന്ന ഒരു കാര്യത്തെയും വിടില്ല. അള്ളാഹു ഹബീബിനെയോ ഹബീബിന്റെ കുടുംബത്തെയോ അതും ആ കൂട്ടത്തിലുണ്ട്. ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. ولو كان ذنبي حب آل محمد فذلك ذنب لست عنه أتوب. എല്ലാവരും എന്നിൽ കാണുന്ന കുറ്റം ഞാൻ നബി കുടുംബത്തെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ തൗബ ചെയ്യില്ല, ഞാൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആ ബോധം നമുക്ക് നൽകട്ടെ. എന്തിനെ സ്നേഹിക്കാതിരിക്കും? അസ്ബതുകും അലസ്സിറാത്തി അസ്ബതുകും അലസ്സിറാത്തി അഹബ്ബുകും അഹ്ല ബൈതി. പുണ്യ നബി പഠിപ്പിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ എൻ്റെ അഹ്ലു ബൈത്തിനെ ഏറ്റവും സ്നേഹിക്കുന്നവനാണെന്ന് പുണ്യനബി. സിറാത്ത് പാലത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം പുണ്യനബിയുടെ കുടുംബത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടല്ലേ സയ്യിദുനാ ഹുസൈന്റെ താടി ഇങ്ങനെ പിടിച്ചു റസൂലുള്ളാഹി. എന്നിട്ട് പറഞ്ഞു, ഹാദാ ഹുസൈനു ഹാദാ ഇബ്നി മൻ ഹാദാ വലദി ഹാദാ ഹുസൈൻ ഹാദാ വലദി മൻ അഹബ്ബ ഹുസൈനൻ അഹബ്ബഹുല്ലാഹ്. ഇതിന്റെ ഹുസൈനാണ്. ഹുസൈൻ ആര് സ്നേഹിച്ചാലും അള്ളാഹു ആ ഹുസൈനെ അയാളെ സ്നേഹിക്കുമെന്ന് പുണ്യനബി. എന്നിട്ടും മനുഷ്യർ ക്രൂരത കാട്ടി. ആ മനുഷ്യനുണ്ട് ഒരിറ്റ് വെള്ളനീർ, ഒരിറ്റ് ജലം, അതാ സമുദ്രം പോലെ ഒഴുകുന്ന യൂഫ്രട്ടീസിൽ നിന്ന് ഇതാ സത്യത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മാർഗത്തിലിറങ്ങിയ മഹാനായ ഹുസൈൻ അർശ് സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ സയ്യിദുനാ ഹുസൈൻ. അതാ വിളിപ്പാടകലെ കണ്ണിന്റെ മുന്നിലാണ് യൂഫ്രട്ടീസ്. ആ കാണുന്ന യൂഫ്രട്ടീസ് അതാ സമുദ്രം പോലെയുണ്ട് യൂഫ്രട്ടീസ്. എനിക്ക് വേണ്ട, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ട, എൻ്റെ ഈ പെടയുന്ന ഏറ്റവും ചെറിയ കുഞ്ഞിന് ഒരൊറ്റ തുള്ളി വെള്ളം, ജലമെങ്കിലും ആ യൂഫ്രട്ടീസിൽ നിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്രൂരനായ മനുഷ്യൻ അമ്പയുകയും ഹുസൈൻ്റെ മകനെ കൊലപ്പെടുത്തുകയും ചെയ്തു. ചിന്തിക്കണം. എന്നിട്ടും മനുഷ്യൻ ചെയ്തു. കാരണം മനുഷ്യൻ സ്വാർത്ഥിയാണ്.
മനുഷ്യന്റെ സ്വാർത്ഥത, നബി കുടുംബത്തെയും അവൻ ദ്രോഹിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മെ സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. പിന്നെ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം.